ഹലോ ഫ്രണ്ട്സ്, മഴനൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനു വന്ന് ബാലചന്ദ്രനോട് പറയേണ്ട അനിലോട് ഒരു റെക്കമെൻഡേഷൻ ചെയ്യാനായിട്ട് വീട്ടുകാർ നിർബന്ധിക്കുന്നു. പക്ഷേ ബാലചന്ദ്രൻ പറയാണ്, അതെ നീ ചെന്ന അലീനയോട് ചോദിക്കരുത് ഹരിക്ക് വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡേഷനൊന്നും, നിൻ്റെ ഉള്ള വില കൂടെ പോവും. അറിയാലോ, അവൾ രോഹിത്തിന് വേണ്ടി പോലും സംസാരിച്ചിട്ടില്ല. പിന്നെ ആ കുട്ടിക്ക് ഒരു ധൈര്യം കൊടുത്തത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി അന്ന് സത്യം പറഞ്ഞത്. ഇല്ലെങ്കിൽ രോഹിത്തും ഇന്ന് ഹരിയെപ്പോലെ അകത്ത് കിടക്കേണ്ടതാണ്. വെറുതെ അവളെ മുമ്പ് വെച്ച് അമ്മരുതേ, നാണം കിടരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ്. ആ സമയത്ത് അലീന മനുവേട്ട ചായയൊക്കെ റെഡിയായിട്ടുണ്ട്, താഴേക്ക് വരാവോ എന്ന് ചോദിക്കുമ്പോൾ ശരി വരാം. അങ്ങനെ താഴേക്ക് വരുവാണ് കേട്ടോ. വന്ന് ചായയൊക്കെ ഇട്ട് കൊടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു ഓട്ടോറിക്ഷ വരുന്ന സൗണ്ട് കേൾക്കുകയാണ്. ആരാ വന്നതെന്ന് നോക്കാനായിട്ട് അലീന ചെല്ലുമ്പോൾ ഷാജിയാണ് കേട്ടോ. ആഹാ, ഷാജി ചേട്ടനോ? കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അലീനയ്ക്ക്. അകത്തേക്ക് കയറി വാ ഷാജി ചേട്ടാ, അകത്തിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. എന്താ വന്നത്? ഞാനിവിടെ ചായ കുടിക്കാനും സൽക്കാരം ഇരിക്കാനും ഒന്നും വന്നതല്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അതിനെന്താ ഷാജി ചേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്താ കാര്യം? നീ പാവം പിടിച്ച ഒരു പെണ്ണിനെ വന്ന് സമാധാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ആ കോളനി കയറി ഇറങ്ങി. എന്നിട്ട് ഇവിടെയുള്ള ഒരുത്തനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിൻ്റെ അടവ്. അതെനിക്കന്ന് മനസ്സിലായില്ല. നിങ്ങളുടെ കാര്യമൊക്കെ സാധിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ അകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയല്ലേ? എന്താ ഷാജിച്ചേട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അവളെ ആരെയും രക്ഷിക്കാനായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അവരുടെ അമ്മയോടോ അവളോടോ ഒക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന്? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ വന്നത് കാര്യം പറഞ്ഞിട്ട് ഞാനിപ്പോൾ പോവാം. എന്തിനാ ഷാജിച്ചേട്ടാ ഇപ്പം വന്നത്? ആ പെണ്ണുണ്ടല്ലോ, അവൾക്ക് ഇപ്പം നിന്നെ കാണണമെന്നും പറഞ്ഞിട്ട് വാശി പിടിച്ച് വീട്ടിൽ ഒരേ കരച്ചിലും ബഹളമാണ്. 2 ദിവസമായി ആഹാരം കഴിപ്പില്ല, പട്ടിണിയാണെന്നും. അവരുടെ വീട്ടുകാരും ആ പെങ്കൊച്ചും പറഞ്ഞു നിന്നെ കാണണമെന്നും നിന്നെ സംസാരിക്കണമെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. അതെയോ? അതിനിപ്പോൾ അവർക്ക് എന്നെ വിളിച്ച് പറഞ്ഞാലും മതിയല്ലോ. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിന് ഷാജിച്ചേട്ടൻ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഇത്ര സ്നേഹത്തോടെ പറഞ്ഞൂടെ? എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാവേ? നിങ്ങളെപ്പോലെ കള്ളത്തരവും കാപ്പട്ടിയും ഒന്നും കാണിച്ച് നടക്കണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ സാധാരണക്കാരാ. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോവേ വരെ ഒക്കെ ചെയ്യണം. അതിന് ഞാൻ അങ്ങോട്ട് പോകാതെ ഇരുന്നില്ലല്ലോ ഷാജിച്ചേട്ടാ. ഞാൻ പോകുമ്പോൾ അവരല്ലേ പറഞ്ഞത് എന്നോട് ആ കോളനിയിൽ കയറി പോകരുതെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത്. എന്നാൽ ഇപ്പോൾ പറയുന്നു നീ ഒന്ന് ചെന്ന് കാണണമെന്ന്. ശരി, ഞാൻ പോവാ എന്നും പറഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ ബാലചന്ദ്രൻ വന്ന് ചോദിക്കുകയാണ്, എന്തിനാ മോളെ അയാൾ വന്നത്? നിന്നോട് എന്തിനാ ദേഷ്യപ്പെട്ടത്? അവൻ എന്ത് കാര്യം നിന്നോട് ദേഷ്യപ്പെടാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയാണ്, ഇല്ല അച്ഛാ, എന്നോട് ദേഷ്യപ്പെട്ടതൊന്നുമല്ല, കാര്യം പറഞ്ഞതാ. ശരണി ചെന്ന് കാണണമെന്നാണ് പറഞ്ഞത്. ഞാൻ പോവാത്തതിൻ്റെ ഒരു പിണക്കമാ. അതിന് നീ പോകാഞ്ഞിട്ടല്ലല്ലോ, കോളനിയിൽ നിന്നെ കയറ്റാഞ്ഞിട്ടല്ലേ? അതൊക്കെ ശരിയാ. ഇപ്പം അവൾക്ക് എന്നെ കാണണമെന്ന് പറയാം. ഞാനൊന്ന് പോക്കോട്ടെ അച്ഛാ. അതിനെന്താ, നീ പോയി കണ്ടോ. പക്ഷേ ഒറ്റയ്ക്ക് പോകണോ? അപ്പം മനു അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ കൂടെ വരാം, നിന്നെ ഞാൻ കൊണ്ടുവിടാം. വേണ്ട മനുവേണ്ട. ഇനിയിപ്പം മനുവേട്ടന് ഹരിയുടെ സഹോദരനാണെന്നെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാവില്ലേ? അതൊന്നും പേടിക്കണ്ട, ഞാൻ നിന്നെ അവിടെ വിട്ടിട്ട് മാറി നിന്നോളാം. അങ്ങനെയാണെങ്കിൽ മോളെ അവൻ കൂടെ വരട്ടെ, എനിക്കെങ്കിലും ഇത്തിരി സമാധാനത്തോടെ വീട്ടിലിരിക്കാമല്ലോ. നിന്നെ അവിടെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് നല്ല പേടിയുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ മനുവേട്ട നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞിട്ട് ശരണയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴി സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ മനു ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ശരണിയായിട്ട് ഇത്രയ്ക്ക് അടുപ്പം വരാൻ എന്താ കാര്യം? ഈ ഹരിയായിട്ടുള്ള പ്രശ്നത്തിന് മുമ്പേ അവളെ കണ്ടിട്ട് പോലുമില്ല. അതിന് ശേഷമാണ് നീ പോയതും കണ്ടതുമെല്ലാം അല്ലേ? എന്നിട്ടും നിനക്ക് അവളോട് വലിയ സ്നേഹവും കരുതലും ഒക്കെ ആണല്ലോ. അതെങ്ങനെ നിനക്ക് സാധിക്കണമെന്ന് ചോദിക്കുമ്പോഴാണ് അലീന പറയുക, ഇതെല്ലാവരും എന്നോട് ചോദിച്ച കാര്യം തന്നെ. എല്ലാവർക്കും സംശയമുണ്ട് ഞാനും ശരണിയായിട്ട് എന്താ ഇത്ര അടുപ്പമെന്ന്. ഈ സംശയമാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മനുവേട്ട. പിന്നെ ഞാൻ ആരാ? എന്നെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീട്ടിലെ ഒരു ജോലിക്കാരി മാത്രമല്ലേ? ഞാൻ അവരുടെ ആരെങ്കിലും ആണോ? അല്ല. അല്ലേ? അല്ലല്ലോ. അത് നീ ആൻറ്റിയുടെ മകളല്ലേ? അതൊക്കെ വെറുതെ പേരിന് പറയാന്നുള്ളതല്ലേ ഉള്ളൂ. രേഖകളിലോ അല്ലെങ്കിൽ പുറമേ നമുക്ക് ആരോടെങ്കിലും പറയാനോ പറ്റുമോ മനുവേട്ടാ? ഇല്ലല്ലോ. നമ്മുടെ സമാധാനത്തിന് നമുക്കങ്ങനെ ചിന്തിക്കാം, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ ഞാൻ ആരുമല്ല. ഒരു ജോലിക്കാരി എന്നുള്ള പദവി മാത്രം എനിക്ക് മതി. ഞാൻ ഇന്നും സ്നേഹനികേതത്തിലെ കുട്ടി തന്നെയാണ്. ഈ സ്നേഹനികേതം എന്ന് പറയുന്നത് അവിടെ ഞാൻ ജനിച്ച് 22 വർഷക്കാലം അവിടെയാണ്. അതാണ് എൻ്റെ വീട്. അവിടെ വളർന്ന് എനിക്കൊന്ന് പക്വതയാവുന്ന തിരിച്ചറിവ് വരുന്നത് വരെ, അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ നടത്തിപ്പുകാരി പോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അവിടെ വെറും ഒരു അനാഥാലയം മാത്രമല്ല, ഒരുപാട് ആളുകൾ അവശരായിട്ടുള്ളവരെയും ഒക്കെ ഒരു ഹോസ്പിറ്റാലിറ്റി പോലെ നോക്കിയിരുന്ന ഒരു സ്ഥാപനവും കൂടെയാണ്. ഇതുപോലെ ഒരുപാട് സാറുമാരിൽ നിന്നും അല്ലാതെ വേറെ പല ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഇതുപോലെ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന പല സ്ത്രീകളും പെൺകുട്ടികളും കൊച്ചു കുട്ടികൾ വരെ മാനസികമായി തളർന്നു വന്നിരുന്ന
സ്ഥലം ഉണ്ട് നമുക്ക്. അവിടെ ആണ് ഞങ്ങളെല്ലാവരും ചേർന്ന് അവർക്ക് സമാധാനം കൊടുക്കുകയും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ടറിയാം ഇതെങ്ങനെയാണെന്ന്. ഞാൻ ജീവിച്ചതും വളർന്നതും അങ്ങനെ തന്നെയല്ലേ. അല്ലാതെ വലിയൊരു വീട്ടിൽ പണക്കാരിയായിട്ടോ ഒരച്ഛൻ്റെയും അമ്മയുടെ മകളായിട്ടോ സ്നേഹം കിട്ടിയോ അല്ല. മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്താൽ ഞാൻ വളർന്നത്. അതുകൊണ്ടാണ് എനിക്കും ശരണയുടെ ഈ അവസ്ഥ മനസ്സിലായതും ഞാൻ ശരണയുടെ അടുത്ത് പോയതും അവൾക്ക് വേണ്ട ധൈര്യം കൊടുത്തതും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചതും. അതുകൊണ്ടാണ് എങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയാം. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അവളെ വീട്ടിലേക്ക് പോകുന്നില്ലേ, അതും നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീട്ടിലുള്ള ഒരാളായിട്ടല്ല, സ്നേഹനികേതത്തിൽ നിന്ന് പോകുന്നത് പോലെ തന്നെയാണ്. ഇനി എവിടെയൊക്കെ എത്തിപ്പെട്ടാലും എൻ്റെ യഥാർത്ഥ വീട് അത് തന്നെയാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ യാത്ര തിരിക്കണം കേട്ടോ. നേരെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും മനുവിനോട് പറയുന്നുണ്ട് ഒരു മാസ്ക് വെച്ചോളണം, കാരണം പെട്ടെന്ന് ആരും തിരിച്ചറിയേണ്ടാന്ന്. അങ്ങനെ മാസ്കൊക്കെ വെച്ച് രണ്ടുപേരുമായിട്ട് അവിടെ ചെന്ന് ഇറങ്ങാണ് കേട്ടോ. ചെല്ലുമ്പോൾ തന്നെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. പിന്നെ അവരോട് അവർ പരിഭവം പറയുന്നുണ്ട് കേട്ടോ, മോളെ കാണണമെന്ന് പറയുകയാണെന്ന്. അപ്പം തന്നെ അലീന പറയാം, അല്ല ഞാൻ വരാൻ മടിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ കാരണമല്ലേ ഞാൻ വരാത്തത്. നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തത്, അല്ലാതെ വേറൊന്നുമല്ല. എന്തായാലും അവളെ ചെന്നൊന്ന് കാണണം, അവൾ ഭയങ്കര സങ്കടത്തിലാണ്, മോളെ കാണണമെന്നും പറഞ്ഞ് ആഹാരം പോലും 2 ദിവസമായിട്ട് കഴിക്കുന്നില്ല. പിന്നെ ഈ കൂടെ വന്നിരിക്കുന്നത് ആരാന്ന് ചോദിക്കുക കേട്ടോ. മനുവിനെ നോക്കിയിട്ട് അലീന പറയാണ്, ഇത് എന്നെ ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി വന്ന ആളാ. ഓ അത് ശരി, എന്നാൽ പിന്നെ അകത്തേക്ക് കയറിയിരിക്കും, ചായയൊക്കെ എടുക്കാമെന്ന് പറയാം. അവളാണെങ്കിൽ ഫുഡ് കഴിച്ചില്ലല്ലോ, അവൾക്കുള്ള ആഹാരം കൂടെ എനിക്ക് എടുത്ത് തന്നേരെ, ഞാൻ കൊടുത്തേക്ക് എന്ന് അലീന പറയാം. അങ്ങനെ നേരെ അകത്തേക്ക് കയറും കേട്ടോ. ശരണി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. ശരണിക്കാണെങ്കിൽ വല്ല സങ്കടമുണ്ട് കേട്ടോ. ശരണി ഇവിടെ നമ്മുടെ അലീന കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ ജനലിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇതൊക്കെ അലീന പുറത്തുനിന്ന് കാണുകയും ചെയ്യാണ്. അകത്ത് വന്ന് നിന്നിട്ട് ശരണിയെ വിളിക്കുമ്പോഴേ ശരണി പിണങ്ങി നിൽക്കുകയാണ്. എന്താ മോളെ മിണ്ടാത്തെ, എനിക്ക് ചേച്ചിയോട് പിണക്കാം. അങ്ങനെ തിരിഞ്ഞു നോക്കാതെ എന്താ നിൻ്റെ കഴുത്തിന് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ തമാശയ്ക്ക് ചോദിക്കുകയാണ്. കഴുത്തിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഞാൻ മിണ്ടത്തില്ല, എന്നെ കാണാൻ വന്നില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞ് പിണങ്ങാട്ടോ. അലീന ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ വരാഞ്ഞിട്ടല്ലല്ലോ, ഇവിടെ എല്ലാവരും അന്ന് ഞാൻ വന്നപ്പോൾ എന്നെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ വരാത്തത്. മോക്ക് എന്നെ ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നല്ലോ. എന്നാലും ചേച്ചി എന്നും പറഞ്ഞ് തിരിഞ്ഞ് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയാം, ചേച്ചി ഇവിടെ ആർക്കും എന്നോട് ഒരു സ്നേഹമില്ല, എല്ലാവരും എന്നെ വെറുത്തതുപോലെയാണ്. അതെന്തിനാ മോളെ അങ്ങനെ പറയുന്നത്? ഞാൻ കോടതിയിൽ സത്യം പറയുന്നത് അവർക്കൊന്നും ഇഷ്ടമായില്ല, അതോടുകൂടി എല്ലാവരും എന്നോട് വഴക്കായി, വെറുപ്പായി. അതങ്ങനെ തന്നെ മോളെ, സത്യം പറയുന്നവരെ ആർക്കും ഇഷ്ടമല്ല, അത് ലോകം മുഴുവനും അങ്ങനെ തന്നെ. സത്യമല്ലേ ഏറ്റവും വലിയ, സത്യം പറയാൻ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. അത് നിനക്കുണ്ടായി, നീ പറഞ്ഞു. അത് പക്ഷെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളതൊന്നും ചിന്തിക്കണ്ട. ഈ പാർട്ടിക്കാരും സംഘടനക്കാരും അവരൊക്കെ അവരുടെ കാര്യം മാത്രമാണ് മോളെ നോക്കുന്നത്. പിന്നെ അവരൊക്കെ എന്തിനായി കയറി ഇറങ്ങുന്നത്? കുറച്ച് ദിവസം ഈ പേരും പറഞ്ഞ് ഇങ്ങനെ നടന്ന് അവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടണം. പേര്, പ്രശസ്തി, എന്തെങ്കിലും കൈമണിയോ എന്തെങ്കിലും കിട്ടുമ്പോൾ അവരടങ്ങിക്കോളും. അതിനിടയ്ക്ക് വേറെന്തെങ്കിലും ഒരു പുതിയ കേസ് വരും, അപ്പോൾ ഇതങ്ങ് തഴയും, അത് അവരെ അതിന് പുറകിൽ പോവും. അതുകൊണ്ട് നമ്മളിതൊന്നും മൈൻഡ് ചെയ്യണ്ട. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും എന്നോട് വെറുപ്പായി. ഇല്ല മോളെ, അവർക്ക് നിന്നോടൊരു വെറുപ്പില്ല. പിന്നെ അവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ, അവരൊക്കെ പറയുന്നത് ശരിയാണോ തെറ്റാണോ, ആര് പറയുന്നതാ ശരി തെറ്റ് എന്ന് അവർക്ക് തന്നെ അറിയില്ല, അതുകൊണ്ട് പറ്റിപ്പോകുന്നതാ. പക്ഷേ നീ കാണിച്ചതാണ് യഥാർത്ഥ ധൈര്യം. അത് ഒരിക്കലും ആരും തെറ്റ് പറയില്ല. ഏതൊരു ദൈവത്തിൻ്റെ കോടതിയിലും നിനക്ക് മാപ്പ് അർഹിക്കുന്നൊരു നല്ലൊരു കാര്യമാണ് നീ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ അലീന പറയാട്ടോ. എന്നിട്ട് പറയേണ്ട, മോളൊന്നും കൊണ്ടും വിഷമിക്കണ്ട, നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, ഞാനുണ്ട് നിൻ്റെ കൂടെ. ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, പിന്നെ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ശരണ്യോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നെ ഇരിക്കുന്ന കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ്. വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്